ഞാനൊരു കോച്ച് എന്ന് പറയുന്ന നിലയ്ക്ക് നമ്മൾ ഓൺട്രപ്രണേഴ്സിന് നമ്മൾ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യും, അവർ ബോർഡ് മീറ്റിങ്ങിലിരിക്കും, ചിലപ്പോൾ അവർ വി സ്റ്റേ വിത്ത് ദം, അവരുടെ വെൻഡേഴ്സ് മീറ്റിംഗ്, ക്ലയൻറ്റ്സ് മീറ്റിംഗ്, ഇതിനൊക്കെ നമ്മളും കൂടെ ഉണ്ടാവും. അതൊരു അസസ്മെൻറ്റ് പീരീഡാണ്. നമ്മൾ അവരെ അസസ് ചെയ്യുന്നു, അവരെ ഒബ്സർവ് ചെയ്യുന്നു. ആ അസസ്മെൻറ്റ് പീരീഡ് ചിലപ്പം പേഴ്സൺ ടു പേഴ്സൺ, കമ്പനി ടു കമ്പനി ഇറ്റ് വേരീസ്. ലൈക്ക് ഈ ഒബ്സർവേഷനിൽ കുറച്ച് സമയം എടുക്കും. അടുത്തത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചില സജഷൻസ് ലെവലിലേക്ക് പോകുന്നത്. ഓൺലി തേർഡ് ഫേസിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ, ഇംപ്ലിമെൻറ്റേഷൻ. വളരെ സ്ലോ പ്രോസസ്സാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൾച്ചർ ഇംബൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പീച്ച് അവൻ്റെ ഏറ്റവും വലിയ അടുത്ത സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. റിസോഴ്സ് കൂടുതൽ അതായത് വേണ്ടേ. അത് കൃത്യമായിട്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റോ അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് വരാൻ സാധ്യതയുള്ളവരായിട്ടോ ഒക്കെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് വലിയ മടിയായിരിക്കും. എവിടെയോ അവർ പിടിച്ച് നിൽക്കുകയാണ്. അതിനാണ് ഇത്തരം പേഴ്സണൽ കോച്ച്, കമ്മ്യൂണിക്കേഷൻ കോച്ചൊക്കെ അവിടെയാണ് വരുന്നത്. അവരെ നമുക്ക് ആ തരത്തിൽ എംപവർ ചെയ്യാനും നമ്മൾ കയറി ചെയ്യാതെ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന തരത്തിലേക്ക് വന്ന് അവർ തന്നെ അവരുടെ ആശയം കൃത്യമായി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ജസ്റ്റ് ഒരു മലവെള്ളം പോകുന്നതിലെടുത്ത് ഒരു ഇറുക്കിലെടുത്ത് തട്ടിക്കൊടുത്താൽ പിന്നത്തെ ഷർബറ പോവും. കാരണം അവരുടെ ഉള്ളിൽ കിടപ്പാണ്. ഇത് മുഴുവൻ അവരാണ് ഓൺ ചെയ്തിരിക്കുന്നത്. അത് അവരുടെ ലൈഫാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യാനുള്ള ആ ഒരു അവരുടെ ഹെസിറ്റേഷൻ, ആ ഇൻഹിബിഷൻ ഒന്ന് തട്ടി മാറ്റി കൊടുത്താൽ അത് കൂടുതൽ എഫക്റ്റീവായിരിക്കും.